ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ, എനിക്കും സുഖമാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഹെയർ കെയർ ടിപ്സിൻ്റെ വീഡിയോ ഇട്ടപ്പം എനിക്ക് താഴെ കമൻസിൽ വന്നത് ആണ് ഏത് കാസ്റ്റർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, ഏത് ബ്രാൻഡാണ്, അതുപോലെ ഹെയർ കെയർ ടിപ്സ് പറയുമെന്നുള്ളത് കേട്ടോ. അപ്പം ഒരു ചെറിയ വീഡിയോ ആണ്, അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ, ടു ബി ഹോണസ്റ്റ്, ഞാൻ അങ്ങനെ ഒത്തിരി ഹെയർ കെയർ ചെയ്യുന്ന ഒരാളൊന്നുമല്ല കേട്ടോ. ഞാൻ ഒരുപാട് അങ്ങനെ ഹെയർ നോക്കി ഇങ്ങനെ അങ്ങനത്തെ ഷാമ്പൂ യൂസുള്ളൂ, ഇങ്ങനെ കണ്ടീഷണർ യൂസുള്ളൂ, അതുപോലെ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ്, ബൊട്ടോക്സ്, കെറാറ്റിൻ, അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല. പക്ഷേ നാച്ചുറലായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ ഓവറായിട്ട് അതിനെ പറ്റിയിട്ട് കോൺഷ്യസ് അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത്, എന്ത് സ്കിന്നോ ഹെയറോ എന്ത് വാട്ടെവർ നമ്മുടെ ബോഡിക്ക് വേണ്ട എല്ലാ കാര്യവും നമുക്ക് മസ്റ്റാണ് വെള്ളം കുടിക്കുക. അപ്പം നമ്മൾ യു മസ്റ്റ് ഹാവ് പ്ലെൻറ്റി ഓഫ് വാട്ടേഴ്സ്. നിങ്ങൾ ഒത്തിരി വെള്ളം കുടിക്കണം. മാക്സിമം എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രയും വെള്ളം നിങ്ങൾ കുടിക്കുക. മോർണിംഗിൽ എണീറ്റ് വന്നുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ കുറച്ചധികം വെള്ളം കുടിക്കുക. അപ്പം ഞാൻ ഇങ്ങനെ സാധാരണ നമ്മൾ ഈ പച്ചവെള്ളമാണ് കുടിക്കുന്നത്, അങ്ങനെ കുടിക്കുന്നത് നല്ലത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും അത് അവൈലബിൾ ആവണമെന്നില്ല. അപ്പം നിങ്ങളുടെ സൗകര്യപ്രദം നിങ്ങൾക്ക് ഏതാണോ ഓക്കെ എന്ന് വെച്ചാൽ അതുപോലെ വെള്ളം കുടിക്കുക. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓയിൽ ചെയ്യുന്ന സമയത്ത് ഓയിലിൻ്റെ കൂടെ കാസ്റ്റർ ഓയിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളത്. കാസ്റ്റർ ഓയിൽ മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, പക്ഷെ അത് ഭയങ്കര സ്റ്റിക്കി ആക്കും ഹെയറിനെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറയുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ബ്രാൻഡ് എന്ന് ചോദിച്ചാൽ, ഞാനിപ്പം ഇവിടെ വന്നതിന് ശേഷം യൂസ് ചെയ്യുന്നത് പവിത്രം എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം, പ്രശ്നമില്ല. പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഈ ചെറിയ വൈദ്യശാലകളോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഷോപ്സ് ഉണ്ടാവുമല്ലോ, ഈ നാടൻ മരുന്ന് കട എന്നൊക്കെ പറഞ്ഞു, അവിടെയൊക്കെ നിങ്ങൾക്ക് നല്ല ഈ അലോവേര കിട്ടുന്ന പോലെ തന്നെ നല്ല കാസ്റ്റർ ഓയിലും കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട്, കിട്ടുന്നവർ അത് നോക്കിയിട്ട് മേടിക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, ഭയങ്കര ഫ്രിസി ഹെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പം നിങ്ങൾക്ക് കണ്ടീഷണറിന് പകരം നിങ്ങൾക്ക് തലേ ദിവസം വെണ്ടയ്ക്കയല്ലേ, നമ്മളെ വെണ്ടയ്ക്ക നമുക്ക് കുറച്ചധികം കട്ട് ചെയ്ത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക തലേ ദിവസം. നിങ്ങൾക്ക് എത്രയാണോ ഹെയർ ലെങ്ത് അതിനനുസരിച്ചിട്ട് രാവിലെ എണീറ്റിട്ട് അതൊന്ന് സ്ക്വീസ് ചെയ്തിട്ട് അത് നിങ്ങൾ ഷാമ്പു അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ തലയിൽ ഹെയർ ലെങ്ത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നല്ല എന്താ പറയുക, ഷൈനിങ് ആയിട്ടൊക്കെ ഇരിക്കും കേട്ടോ. നിങ്ങൾക്കൊരു വൺ ഡേ ഒക്കെ നിങ്ങൾക്ക് നല്ല നല്ല ഒരു സ്മൂത്ത് ആയിട്ടിരിക്കാനായിട്ട് ഓക്കെയാണ്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു പാക്കാണ്. പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഉലുവ അറിയാലോ, അത് നമുക്ക് സ്കിന്നിനും ബോഡിക്കും എല്ലാത്തിനും നല്ല കാര്യമാണ്, ഹെയറിനൊക്കെ. അപ്പം നമ്മൾ ഉലുവ ഇതുപോലെ തലേ ദിവസം സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ ഇത്തിരി തൈര്, നല്ല പുളിയില്ലാത്ത തൈര് നിങ്ങൾ നോക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാം, ഹെയർ ലെങ്ത്തിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ചിലർക്ക് ലെമൺ ജ്യൂസ് ഓക്കെ ആണെങ്കിൽ ലെമൺ ജ്യൂസും കൂടെ ചേർക്കാം. ചിലർക്ക് അത് അലർജി ഉണ്ടാക്കും, അങ്ങനെയാണെങ്കിൽ അത് യൂസ് ചെയ്യേണ്ട. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെയർ പാക്ക് പോലെ യൂസ് ചെയ്യാം. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പം പ്ലെയിൻ നമുക്ക് സാധാരണ വെള്ളത്തിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പം നിങ്ങൾക്ക് ഷാമ്പൂ ഇടേണ്ട ആവശ്യമില്ല. ഒരു ഓൾറെഡി നിങ്ങൾക്ക് നല്ലതുപോലെ തന്നെ ഷാമ്പൂവിൻ്റെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ചെറുപയർ നിങ്ങൾക്ക് ഗ്രീൻ ബീൻസ് നിങ്ങൾക്ക് അരച്ചിട്ട് ഇതുപോലെ ഒരു പാക്കായിട്ട് നിങ്ങൾക്ക് തലയിലിട്ടാൽ, നിങ്ങൾക്ക് ഓയിലി ഉള്ള ഹെയർ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഫ്രിസിനെസ് ഉണ്ടാകും. പക്ഷേ ഡ്രൈ ആയിട്ടുള്ള ഹെയറിന് ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല, നല്ലപോലെ ഡ്രൈ ആക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പാക്കായിട്ട് പ്ലെയിൻ വാട്ടറിൽ കഴുകി കളയുമ്പോൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം, ഹെയർ ലെങ്ത്തിൽ അപ്ലൈ ചെയ്യാം. നല്ലതുപോലെ നമ്മൾ ഈ ഡേർട്ടൊക്കെ നല്ലതുപോലെ പോകും. ഷാമ്പൂ ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ മന്ത്ലി വൺസ് എങ്കിലും ഏതെങ്കിലും ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നാച്ചുറൽ ഹെന്ന, അതുപോലെ തന്നെ നിങ്ങൾക്ക് നാച്ചുറൽ ഹെന്നയുടെ കൂടെ നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ചെമ്പരത്തി പൂവ്, അതുപോലെ ചെമ്പരത്തിയുടെ ഇലയൊക്കെ വെച്ചിട്ട് അത് നല്ലതുപോലെ അരച്ചിട്ടുള്ള ആ താളിയുടെ കൂടെ നമ്മൾ ഹെന്ന മിക്സ് ചെയ്തിട്ട് തേച്ചിട്ട് അപ്പം നമ്മുടെ ഹെന്നയുടെ ഡ്രൈനെസ്സും ഉണ്ടാവില്ല.
താളിയുടെ കുറച്ച് നമുക്കൊരു ഓയിൽ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പാക്ക് പോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ പ്ലെയിൻ വെള്ളത്തിൽ നമുക്ക് കഴുകി കളയുമ്പോൾ നല്ലതുപോലെ റിസൾട്ട് കിട്ടും. ഇത് മന്ത്ലി വൺസ് ചെയ്ത് നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ടായിരുന്നു. നല്ല എഫക്റ്റീവാണ്. മുടി വല്ലാതെ ഡ്രൈ ആക്കൂല. നമ്മൾ നോർമലി എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം അത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഹെയർ കോംബ് ചെയ്യുന്ന സമയത്ത്, ചിക്കോ കളയുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെ സ്കാൽപ്പിൽ നിന്ന് താഴോട്ടാണ്. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ഹെയറിൻ്റെ ടിപ്പ് മുതൽ ഇങ്ങനെ പയ്യെ ജട കളഞ്ഞിട്ട് മേലോട്ട് പോവുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചിക്ക് കളയാനും പറ്റും. അതുപോലെ തന്നെ എല്ലാം കളഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ സ്കാൽപ്പൊക്കെ നല്ലതുപോലെ ചീകി നല്ലതുപോലെ മസാജ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഹെയർ ഫോൾ കുറയ്ക്കാനും ഹെയർ പൊട്ടിപ്പോകുന്നത് കുറയ്ക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴത്തെയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.